بسم الله الرحمن الرحيم അല്ലാഹ് എന്ന് പറയപ്പെട്ട് കഴിഞ്ഞാൽ താടിയും തഴമ്പും തലപ്പാവും ജുബ്ബയുമൊന്നുമല്ലടോ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാണ്, ആരാണ് ഒരു യഥാർത്ഥ സത്യവിശ്വാസി എന്നറിയോ? ഒരു യഥാർത്ഥ സത്യവിശ്വാസിയായ മനുഷ്യനാരാ? അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ, അവന്റെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ വജിലത്തു ഖുലൂബുഹും, അവന്റെ ഹൃദയങ്ങൾ കിടങ്ങുകയാണ്, അവന്റെ കൈകാലുകൾ വിറയ്ക്കുകയാണ്, കണ്ടടങ്ങൾ നിറഞ്ഞു ഒഴുകുകയാണ്, ജീവിതത്തിൽ വന്നുപോയ സർവ്വ അപരാധങ്ങളും അവന് ഓർമ്മ വരികയാണ്. അവന് പടച്ചവനിലേക്ക് പശ്ചാത്തപിച്ചു മടങ്ങുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുമ്പോ, അല്ലാഹു വിശുദ്ധമായ ഖുർആനിലൂടെ ഉലൈക അസ്ഹാബുൽ ജന്ന ഹും ഫീഹാ കാലാകാലം സ്വർഗത്തിന്റെ അവകാശികളാണെന്ന് അല്ലാഹു ഖുർആനിലൂടെ സന്തോഷ വാർത്ത പറഞ്ഞ ആ മനുഷ്യന്റെ ഒന്നാമത്തെ അടയാളം എന്തെന്നറിയോ? അവൻ അല്ലാഹുവിനെ വല്ലാത്ത ഭയമുള്ളവനാ, അവൻ അല്ലാഹുവിനെ വല്ലാതെ പേടിച്ച് ജീവിക്കുന്നവനാ, അവൻ അല്ലാഹ് എന്ന് പറഞ്ഞ കരയുന്നവനാ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറഞ്ഞു തരുമ്പോ, ഈ വഅദ് പറയുന്ന ഞാനാകട്ടെ, വഅദ് കേൾക്കുന്ന നിങ്ങളാകട്ടെ, എന്റെയും നിങ്ങളുടെയും ചെവിയുടെ ചാരത്ത് വന്നിരുന്നിട്ട് ഒരു പ്രാവശ്യമല്ല 1,00,000 പ്രാവശ്യം അല്ലാഹ് എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ഒരു സത്യവിശ്വാസിയുടെ മുമ്പിൽ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അവൻ ഭയപ്പെടും, അവന്റെ കൈകാല് വിറയ്ക്കും, അവന്റെ ഹൃദയം പിടയ്ക്കും, അവന്റെ കണ്ടടങ്ങൾ നിറഞ്ഞു കഴിയും, അവന്റെ ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും അവന് ഓർമ്മ വരും, അവൻ അല്ലാഹുവിലേക്ക് തൗബ ചെയ്തു മടങ്ങും. അല്ലാഹ് എന്ന് പറഞ്ഞാൽ കണ്ണ് നിറയുന്ന ആരാണ് ഈ കൂട്ടത്തിലുള്ളത്? അങ്ങനെ ഒരു മനുഷ്യനുണ്ടെങ്കിൽ അവൻ കാലാകാലം സ്വർഗത്തിന്റെ അവകാശിയ. അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ, അല്ലാഹു ആ കൂട്ടത്തിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളിൽ ആർക്കാ അല്ലാഹുവിനെ പേടിയുള്ളത്? നമുക്ക് അല്ലാഹ് ആരാണെന്ന് പോലും അറിയില്ല, നമുക്ക് അല്ലാഹുവിനെ കുറിച്ചുള്ള അറിവ് പോലും ഇല്ലാതെ പോയിരിക്കുന്നു. നമുക്ക് അല്ലാഹുവിനെ ഒന്നും പേടിയില്ല സഹോദര. അല്ലാഹുവിനൊക്കെ പേടിയുണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ ഇങ്ങനെ നടക്കുമായിരുന്നു. അല്ലാഹുവിനെ നമുക്ക് ആർക്കെങ്കിലും ഭയമുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതം ഇങ്ങനെയാകില്ല. ഒരിക്കലും നമ്മൾ അല്ലാഹുവെ ഇങ്ങനെ ജീവിക്കേണ്ടവരല്ല. നമ്മൾ അല്ലാഹുവിനെ ഭയന്നിരുന്നെങ്കിൽ മരണമുണ്ടെന്നും ഖബറുണ്ടെന്നും നരകമുണ്ടെന്നും മഹ്ശറയുണ്ടെന്നും ഹിസാബുണ്ടെന്നും ഉള്ളൊരു ബോധം നമുക്കുണ്ടായിരുന്നെങ്കിൽ നമ്മുടെ സ്വഭാവം എത്രയായിരുന്നു? എന്റെ പ്രിയപ്പെട്ട സഹോദരിമാർക്ക് ആർക്കാണ് അല്ലാഹുവിനെ പേടിയുള്ളത്? അല്ലാഹുവിനെ കുറിച്ച് അറിയുന്ന എത്ര പേരുണ്ട്? ഇവിടെ അല്ലാഹുവിനെ കുറിച്ച് നമുക്ക് അറിയുമായിരുന്നെങ്കിൽ നമ്മുടെ സ്വഭാവം ഒരിക്കലും ഇങ്ങനെയാകില്ല. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഒരേപോലെ. ഇന്നത്തെ മുസ്ലിമിന്റെ അവസ്ഥ എന്ന് പറയുന്നത് നന്മയും ചെയ്യും തിന്മയും ചെയ്യും ഒരേപോലെ, പേടിയില്ല. നല്ല കാര്യവും ചെയ്യും, അതുപോലെ മോശമായ കാര്യവും ചെയ്യും, ഒരു ഭയം തോന്നുന്നില്ല. തെറ്റെന്ന് പറയുന്നത് മൂക്കിന്റെ മുകളിൽ വന്നിരിക്കുന്ന ഒരു ഈച്ചയെ പായിച്ച് കളയുന്നത് പോലെ അത്രയും നിസാരമായി പോയി. കള്ളുകുടിക്കലും വ്യഭിചരിക്കലും പലിശ തിന്നലും തോന്നിവാസങ്ങൾ കാണിക്കലും അത്ര നിസാരമായി കാണുന്ന ഒരു കാലഘട്ടം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, ഞാൻ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് പറഞ്ഞു തരാം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുപാട് പ്രായമുള്ളവര് സ്റ്റേജിലും ഇരിക്കുന്നുണ്ട്, പുറത്തും ഇരിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരു 10 വർഷം അല്ലെങ്കിൽ ഒരു 15 വർഷം മുമ്പ്, ഇപ്പത്തെ കാര്യമല്ല, ഒരു 10-15 വർഷം മുമ്പ് അല്ലാഹുവിന്റെ പള്ളിയിൽ നിസ്കരിക്കാൻ വരുന്ന ഒരു മനുഷ്യൻ കള്ളു കുടിക്കാറില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. എല്ലാരും എഴുന്നേറ്റ് പുറകിരിക്കണം. ഞാൻ പറഞ്ഞു വന്നത്, ഇപ്പൊ എല്ലാരും പള്ളിക്കകത്തുണ്ട്, ഒരു ഭയമില്ലടോ തെറ്റ് ചെയ്യാൻ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിലെ ഉസ്താദ് ദുആ ചെയ്യാറുണ്ട്. ഖതീബ് ഉസ്താദ് ദുആ ചെയ്യുന്ന സമയത്ത് ഉസ്താദിന് തന്നെ തോന്നാറുണ്ട്, പടച്ചോനെ ഞാൻ ആർക്ക് വേണ്ടിയാ അല്ലാഹ് ഇത് ചെയ്യുന്നതെന്ന്. കാരണം എന്തേ? ആമീൻ പറയാനൊന്നും ആളെ കാണത്തില്ലടോ. പള്ളിക്കകത്തൊന്നും ശബ്ദമൊന്നും ഇല്ല ആമീൻ പറയാൻ. അതൊക്കെ വല്ല പൊതുയോഗമോ ജനറൽ ബോഡി ഉണ്ടാവണം, നാവുണ്ടോ എന്ന് അറിയണമെങ്കിൽ. അപ്പൊ ഉസ്താദിന് തന്നെ തോന്നും, പടച്ചോനെ ഞാൻ ആർക്ക് വേണ്ടി അല്ലാഹ് ഈ ദുആ ചെയ്യുന്നേ.
എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ഉസ്താദ് ദുആ ചെയ്യുമ്പോ ഒരു ദിവസം ആമീൻ കേൾക്കുന്നുണ്ട് പള്ളിക്കകത്ത്. ആരോ ഒരാളിരുന്നിട്ട് ആമീൻ ആമീൻ. ഉസ്താദിന് വലിയ സന്തോഷമായി. പടച്ചോനെ, ആരാ അല്ലാഹ് ഇന്ന് പള്ളിക്കകത്തിരുന്ന് ആമീൻ പറയണേ? ഉസ്താദിന്റെ ദുആ കൂടുതലാ തുടങ്ങി. ഉസ്താദ് അങ്ങോട്ട്, അല്ലാഹുവേ നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചങ്ങാതി പറയുന്നുണ്ട് ആമീൻ ആമീൻ ആമീൻ. ഈ ചങ്ങാതിയുടെ ആമീൻ കേട്ടിട്ട് പള്ളിക്കകത്തിരിക്കുന്ന എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നുണ്ട്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവസാനം ഉസ്താദ് ഓനെ നല്ലതുപോലെ ഒന്ന് നോക്കി. ഇമാമിന്റെ തൊട്ടുപുറകിൽ 2 കൈയും ഉയർത്തിപ്പിടിച്ചിട്ട് ഉസ്താദ് ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയുന്ന സഹോദരനെ നല്ലതുപോലെ നോക്കുമ്പോ അവന്റെ പോക്കറ്റിൽ ഇങ്ങനെ തെളിഞ്ഞു കാണാം, നാളെയാണ് 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 ശനിയാഴ്ച ബമ്പർ, പടച്ചോനെ ഓണ ബമ്പർ, ലോട്ടറി എടുത്ത് പോക്കറ്റിൽ വെച്ചിട്ട് പള്ളിക്കകത്ത് വന്ന് ആമീൻ പറയുന്ന കാലം അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കണോ, അള്ളാഹുടെ പള്ളിക്കകത്ത് പോലും അതെടുത്തുകൊണ്ട് വന്നിട്ട് ഉസ്താദ് ദുആ ചെയ്യണേ. ഇപ്പൊ ഓണം വന്നല്ലോ. എത്ര അപ്പൊ ഇപ്പത്തെ ഓണ ബമ്പർ? നിങ്ങളൊക്കെ മലക്കുകൾ, ഞാൻ മാത്രമേ ഉള്ളൂ മനുഷ്യനായിട്ട്. സുബ്ഹാനല്ലാഹ്, ആർക്കും അറിയത്തില്ല. എടുത്തിട്ട് ദുആ ചെയ്തിട്ടുണ്ട് അടക്കാം. 75 ലക്ഷമാണെന്ന് തോന്നുന്നു. പറയണ മോൻ എത്ര? കോടിയുണ്ട്. കിളിമാനൂര് നിൽക്കുമ്പോ ഒരാളെന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഇത്ര. ഞാൻ പറഞ്ഞു ഇതൊക്കെ കൊണ്ടുവെക്കാൻ സ്ഥലമില്ലെന്ന്. എവിടെ കൊണ്ടുവെക്കാനാ? എടോ, പണ്ട് ഉസ്താദന്മാരോട് ഇത് വേണോന്ന് ആരെങ്കിലും ചോദിക്കോ? ജുബ്ബയും തൊപ്പിയും ഇട്ട ഒരാളോട് പോലും ഇത് വേണോന്ന് ആരും ചോദിക്കത്തില്ല. കാരണം ഈ ഇട്ടിരിക്കുന്ന വസ്ത്രത്തിനൊരു വിലയുണ്ടായിരുന്നു. ഞാൻ എൻ്റെ കുടുംബവുമായിട്ട് യാത്ര ചെയ്യുമ്പോൾ ഒരമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഓണ ബമ്പർ വേണമെന്ന്. ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങൾക്കിത് ഹറാമാണ്. ആ അമ്മയ്ക്ക് എന്ത് ഹറാമ്? ഞാൻ പറഞ്ഞു, ഞങ്ങൾക്കിത് ഹറാമാ, പാപവാ. ആ അമ്മ എന്നെ നോക്കിയിട്ട് ഒന്ന് ചിരിച്ചു. എനിക്ക് മനസ്സിലായി എന്നെ കളിയാക്കിയതാണ്. ഞാൻ ചോദിച്ചു, എന്തേ അമ്മയെ ചിരിക്കണേ? അല്ല അച്ഛാ, നിങ്ങളുടെ ഒരു കാക്കാടെ കടയിലെ ഏജന്റാണ് ഞാൻ. അല്ലാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അമ്മ പറഞ്ഞ ഒരു മറുപടി, നമ്മുടെ ഒരു കാക്കാടെ കടയിലെ കച്ചവടക്കാരിയാ അമ്മ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്രത്തോളം ഞാൻ പറഞ്ഞു വന്നത്, മനുഷ്യന്മാർക്ക് ഭയമില്ലടോ തെറ്റ് ചെയ്യാൻ, പാപം ചെയ്യാൻ പേടിയൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, പരസ്യമായി വൻപാപങ്ങൾ ചെയ്യുകയാണ്, കള്ളു കുടിക്കുകയാണ്, വ്യഭിചരിക്കുകയാണ്, പലിശ തിന്നുകയാണ്.